ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓശാന ഞായറാണല്ലോ. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ദൈവവചനം കേൾക്കാം. പഴയ നിയമ പുസ്തകത്തില് സെഖര്യാവ് പ്രവാചകൻ വഴി ഇങ്ങനെ പ്രവചിച്ചിരുന്നു. സെഖര്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കാം, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 118-26 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന്. ആമേൻ. അപ്പോൾ പുതിയ നിയമത്തിൽ 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പുതിയ നിയമത്തിൽ നസ്രായൻ ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ജനങ്ങൾ, അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാം വാക്യത്തിലാണ്, ജനങ്ങൾ കർത്താവിനെ എതിരേൽക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങളും താളവരികളും ഒലിവിൻ ചില്ലകളും ഒക്കെ വിരിച്ച് അവരെ നസ്രായനെ എതിരേൽക്കുന്നതായിട്ട്, വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ നസ്രായനെ എതിരേൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രവചനങ്ങൾക്ക് നിവർത്തി വന്നിരിക്കുകയാണ്. അപ്പോൾ നസ്രായൻ ഈ ലോകത്തിലേക്ക് വന്നത് വളരെ രാജകീയമായ ആഡംബരത്തോടെ അധികാരത്തോടെ അങ്ങനെ ഒന്നുമല്ല. കർത്താവ് ഈ ഓശാന ഞായർ, അതായത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദാവീദിന്റെ പുത്രൻ ഓശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും നസ്രായൻ നമുക്ക് ഈ ഓശാന ഞായർ, അന്നത്തെ ഒരു നസ്രായന്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് വിനയത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കും ഈ ഓശാന ഞായർ അങ്ങനെ തന്നെ ആകട്ടെ. അതൊരു അനുഗ്രഹമാകട്ടെ. സ്നേഹവും സമാധാനവും സന്തോഷവും വിനയവും എല്ലാം നമ്മളുടെ ജീവിതത്തിലും നമുക്ക് അനുഭവിക്കാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഓശാന ഞായർ ആശംസിക്കുന്നു. എല്ലാവരെയും നസ്രായൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.